പ്രിയമുള്ളവരെ, ഇന്ന് തസ്രാക്കിലേക്കുള്ള യാത്രയെക്കുറിച്ചുള്ള ചില വിവരണങ്ങൾ മാത്രമാണ്. അതായത് ഈ പുസ്തകം പിറന്ന നാട്, മലയാളത്തിൽ ഇന്നേ വരെ ഭേദിക്കപ്പെടാത്ത റെക്കോർഡുള്ള ഗുണമേന്മയുടെയും വായനയുടെയും ഒക്കെ റെക്കോർഡുള്ള ലോക സാഹിത്യത്തിൽ തന്നെ ഇടം പിടിക്കാൻ യോഗ്യതയുള്ള വളരെ പ്രസിദ്ധമായ ഒ.വി. വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം എന്ന ഈ നോവൽ പിറന്ന ഭൂമികയിലൂടെ കാളികാവ് സാഹിത്യ ജനകീയ കൂട്ടായ്മയുടെ സെക്രട്ടറി ഷിഹാബ് പറാട്ടി ഞാനും നടത്തിയ ഒരു ചെറിയ യാത്രയുടെ ചില ദൃശ്യങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുന്നത്. കാരണം ഈ തസ്രാക്കിലേക്കുള്ള യാത്ര എന്ന് പറയുമ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എഴുത്തുകാരും വായനക്കാരുമൊക്കെ പല പ്രാവശ്യമായി ഒരു തീർത്ഥാടന കേന്ദ്രം പോലെ കരുതി സന്ദർശിക്കുന്ന ഒരു പ്രദേശമാണ്. പാലക്കാട് ടൗണിൽ നിന്നും ഒരു 10 കിലോമീറ്റർ മാത്രം കൊല്ലങ്കോട് റൂട്ടിൽ സഞ്ചരിച്ചാലെത്തുന്ന തസ്രാക്കിലേക്ക് നമ്മൾ തണ്ണീർപന്തൽ എന്ന സ്ഥലത്ത് ഉള്ള ബസ് സ്റ്റോപ്പ് കഴിഞ്ഞ് ഒരു 100 മീറ്റർ മുന്നോട്ട് പോയാൽ നമ്മൾ രവി കൂമങ്കാവിൽ ബസ് ഇറങ്ങിയ ആ ആൽമരത്തിന്റെ ചുവട്ടിൽ തന്നെ നമുക്കും ബസ് നിർത്തിത്തരും. അവിടെ നിന്നിറങ്ങി അവിടെ ഖസാക്കിന്റെ ഇതിഹാസത്തിലേക്കുള്ള കവാടം അവിടെ തുറന്നു വെച്ചിട്ടുണ്ട്. ഇടത്ത് ഭാഗത്തായി അവിടെ തന്നെ വഴിയമ്പലം എന്നുള്ള ഒരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. അതിലൂടെ ആ റൂട്ടിലൂടെ, ആ ടാറിട്ട റോഡിലൂടെ, പണ്ടൊക്കെ അത് ചമ്മൺ പാതയായിരുന്നു വിജയൻ നോവൽ എഴുതിയ കാലത്ത്. ഇന്ന് ആ പാതയിലൂടെ നമ്മൾ നടക്കുകയാണെങ്കിൽ ഒരു കിലോമീറ്റർ അല്പം കൂടുതൽ ദൂരം നടന്ന് സഞ്ചരിച്ചാൽ തസ്രാക്കിന്റെ ഭൂമികയും അന്നത്തെ ആ നെൽപ്പാടങ്ങളും കരിമ്പനകൾ കാറ്റുപിടിക്കുന്ന ആ ദൃശ്യങ്ങളും ഒക്കെ വളരെ മനോഹരമായി ഇപ്പോഴും നമുക്കൊക്കെ അത് ആസ്വദിക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു പ്രത്യേകത കൂടിയുള്ളത് കരിമ്പനക്കാടുകളിലേറെ കരിമ്പനകളിൽ കാറ്റുപിടിക്കുന്നതിനോടൊപ്പം തെങ്ങോലകളിലും കാറ്റുപിടിക്കുന്ന ഒരു അവസ്ഥ അവിടെയുമുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ 1 കിലോമീറ്റർ ദൂരം നടന്നെത്തിയാൽ തസ്രാക്കിലെത്തും. തസ്രാക്കിലെത്തിയാൽ പിന്നെ ഒ.വി. വിജയൻ സ്മാരകവും ഒ.വി. വിജയന്റെ മ്യൂസിയവും ആ നോവൽ പിറന്ന പാടങ്ങളും അവിടെ ലാബിച്ചാമുല്ലാക്കയുടെ മദ്രസയും മൈമൂന നീന്തിക്കുളിച്ച കുളവും ഒക്കെ നമുക്ക് കാണാവുന്നതാണ്. അതുകൊണ്ട് അതിനേക്കാൾ ഉപരി ആ നോവലിലുള്ള ഓരോ കഥാപാത്രങ്ങളുടെയും ശില്പങ്ങൾ അവിടെ കൊത്തിവെച്ചിട്ടുണ്ട്. അപ്പുക്കിളി മുതൽ അല്ലാബിച്ചാമുല്ലാക്ക, മൈമൂന, കുഞ്ഞാമിന, അങ്ങനെ തുടങ്ങി എല്ലാവരും, ശ്രീരാമൻ നായരൊക്കെയുള്ള അവരുടെയൊക്കെ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ, ചുരുട്ട്, അതുപോലെ മെതിയടി, കാലംകുട, ഇങ്ങനെയുള്ള തുമ്പി, അന്ന് തസാക്കിൽ പറന്ന തുമ്പികളുടെയൊക്കെ ശില്പങ്ങൾ ഉള്ള നമുക്ക് കാണാവുന്നതാണ്. അങ്ങനെ വളരെ മനോഹരമായ കുറെ ദൃശ്യങ്ങൾ നമുക്ക് ആസ്വദിക്കാം. അവിടെ എത്തിക്കഴിഞ്ഞാൽ മ്യൂസിയം, ഒ.വി. വിജയൻ സ്മാരക മ്യൂസിയം നമുക്ക് വളരെ കാണേണ്ട ഒന്നാണ്. അതുപോലെ തന്നെയാണ് ആർട്ട് ഗാലറി, ഇതൊക്കെ ആസ്വദിക്കാം. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ നടത്തത്തിൽ ഞങ്ങൾക്ക് കിട്ടിയ വലിയൊരു അനുഭവം എന്ന് പറയുന്നത്, ഒരു 1/2 കിലോമീറ്റർ ദൂരം നടന്നെത്തി തസ്രാക്കിൽ എത്തുന്നതിന് മുമ്പ് ഒരു ചായക്കട, ഒരു ചെറിയ പെട്ടിക്കട കാണുകയും ആ പെട്ടിക്കടയിലേക്ക് ഞങ്ങൾ കയറി വെള്ളം വാങ്ങാൻ കയറിയപ്പോൾ അവിടെ ഒരു കുശലം ചോദിച്ചു അവിടുത്തെ വിൽപ്പനക്കാരനോട്. ഇവിടുത്തെ ഭൂപ്രകൃതിയും അന്നത്തെ ആ നോവലിൽ പറഞ്ഞ കഥാപാത്രങ്ങളൊക്കെ ആരെങ്കിലുമൊക്കെ ഇപ്പോൾ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ളൊരു അന്വേഷണമായിരുന്നു ഞങ്ങൾ നടത്തിയത്. അതിന് വളരെ വിചിത്രവും കൗതുകരമായ ഒരു മറുപടി തന്നത് ഞങ്ങൾക്ക് വെള്ളം തന്ന ആ കച്ചവടക്കാരനായ അതിന്റെ ഉടമസ്ഥൻ മാങ്കുളത്ത് കാവ് മുഹമ്മദ് അലി എന്ന ഒരു വയോധികനാണ്, ഒരു അർദ്ധ വയോധികനാണ്. ഇദ്ദേഹം അല്ലാബിച്ചാമുല്ലാക്കയുടെ മദ്രസയിൽ 1ാം ക്ലാസ്സിൽ പഠിച്ച ഓർമ്മ അദ്ദേഹത്തിനുണ്ട് എന്നുള്ളത് വളരെ വലിയൊരു അറിവായി ഞങ്ങൾക്ക് കിട്ടിയ നിധി പോലെ ഞങ്ങൾ അത് സൂക്ഷിച്ചു. അപ്പൊ തന്നെ അദ്ദേഹത്തിന്റെ കൂടെ നിന്നൊരു സെൽഫി എടുത്തു. അദ്ദേഹം ഈ വരാൻ പോകുന്ന ചിത്രത്തിൽ മഞ്ഞ നിറത്തിലുള്ള, ഓറഞ്ച് നിറത്തിലുള്ള ഷർട്ടും നീല ലുങ്കിയും അണിഞ്ഞ വയോധികനായ ആ മുഹമ്മദ് അലിക്കയുടെ കൂടെ ഞങ്ങൾ ഒരു ചിത്രമെടുക്കുകയും തുടർന്നുള്ള യാത്രയിൽ ഈ അവിടുത്തെ ഭൂമികയിൽ ഇന്നും നെൽപ്പാടങ്ങൾ അതേമാതിരി നടുന്ന കാലമാണ്. ചില സ്ഥലത്തേക്ക് മുന്നോട്ട് പോയാൽ നെൽപ്പാടങ്ങളിൽ ഡിസംബറിന്റെ കാറ്റ് പിടിക്കുന്ന രംഗങ്ങൾ കാണാം. കൊടപ്പനകളിൽ കാറ്റ് പിടിക്കും പോലെ, തെങ്ങോലകളിൽ, പനമ്പട്ടകളിലൊക്കെ കാറ്റ് പിടിക്കും പോലെ ഈ ഡിസംബർ മാസത്തിൽ ചൂട് സജീവമാവുന്നതിന് മുമ്പുള്ള അതായത് 11-10 മണിക്കൊക്കെ അവിടെ ഉള്ള ഒരു തരം കാറ്റിൽ കൊടപ്പനക്കൊപ്പം വയലുകളിലും കാറ്റ് പിടിക്കുന്ന അതിമനോഹര ദൃശ്യവും ഞങ്ങൾ കാണുകയുണ്ടായി. പിന്നെ ഞങ്ങൾ അതിലൊക്കെ നടന്നു കണ്ടപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ കാലമായി നേരിൽ കാണാൻ ആഗ്രഹിച്ചിരുന്ന ഒരു എഴുത്തുകാരി, മരുഭൂമിയിൽ നിന്നൊക്കെ എഴുതിത്തെളിഞ്ഞ് ഇപ്പോൾ മുഖ്യധാരയിൽ എത്തി നിൽക്കുന്ന സബീന സാലിയും കുടുംബവും അവിടെ യാദൃശ്യമായി അവരെ കാണുകയുണ്ടായി. അവരും ഗൾഫിൽ നിന്നുള്ള ഒരു അവധിക്കാലം ആസ്വദിക്കാൻ വേണ്ടി ആദ്യമായി എത്തിയത് തസ്രാക്കിലാണ്. ഖസാക്കിന്റെ ഇതിഹാസം പിറന്ന മണ്ണിൽ വെച്ച്
അങ്ങനെ ഒരു എഴുത്തുകാരിയുമായി നേരിൽ കാണാനും അവരുടെ കുടുംബവുമൊത്താണ് അവർ എത്തിയിട്ടുള്ളത്. ഒക്കെ ഫോട്ടോ എടുക്കാനുള്ള അവസരമൊക്കെ ഒത്തുവന്ന ഒരു യാത്രയാണ്. ഈ യാത്രയുടെ തുടർന്നുള്ള ദൃശ്യങ്ങൾ ഞങ്ങൾ കാണിക്കുകയാണ്. അതിലൂടെ ആ ഭൂമികയുടെ ഇപ്പോഴത്തെ 2024 ഡിസംബറിൽ ഈ ഭൂമിക ഏത് നിലയിൽ നിൽക്കുന്നു എന്നുള്ള ചെറിയ ഒരു ദൃശ്യങ്ങളുമാണ്, അതിന്റെ വിവരണങ്ങളാണ് ഞാനിപ്പോൾ നൽകിയത്. തുടർന്ന് ഖസാക്കിന്റെ ഇതിഹാസം പറന്ന ഭൂമികയുടെ 2024 ഡിസംബറിന്റെ പ്രഭാത കാഴ്ചകൾ എങ്ങനെയെന്ന് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ദൃശ്യങ്ങളാണ് അടുത്ത് വരാൻ പോകുന്നത്. നിങ്ങളത് കാണുക, ആസ്വദിക്കുക. സമയമുള്ളവരും ഒഴിവുള്ളവരും ഒക്കെ എന്തെങ്കിലും അവിടെയൊക്കെ സന്ദർശിച്ച് ഇവിടെയൊക്കെ കാണേണ്ടതും പഠിക്കേണ്ടതുമാണ് എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി എനിക്കുണ്ട്. ദൃശ്യങ്ങളിലേക്ക്